റെയിൽവേ ട്രാക്കിൽ പെട്ടുപോയ തന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ പോലും വകവെക്കാതെ അമ്മ പാളത്തിലേക്ക് ചാടി. ട്രെയിൻ പോയി തീരുന്നത് വരെ ആ അമ്മ കുഞ്ഞിന് കവചമാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ് ഈ ദൃശ്യങ്ങൾ. ആശ്വാസകരമായ ഒരു കാര്യം, ഒരു വേള നമ്മൾ ആ ദൃശ്യം കാണുന്ന സമയത്ത് ശ്വാസം അടക്കി പിടിക്കേണ്ടി വന്നെങ്കിലും ആ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നുള്ളതാണ്. അഞ്ജലി വിജയകുമാർ അതേക്കുറിച്ച് കൂടുതൽ പറയും. അഞ്ജലി, ആ ദൃശ്യങ്ങൾ ഏതൊരാൾക്കും എന്താ പറയുക, ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അല്ലേ? നമ്മുടെയൊക്കെ ജീവൻ പെട്ടെന്ന് ഊർന്നു പോകുന്നത് പോലെയൊക്കെ തോന്നും ആ ദൃശ്യം കാണുന്ന സമയത്ത്. എന്നാൽ ആ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണിത്? ഈ ഒരു അമ്മയെപ്പോലെ എന്താ പറയുക, അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമാണല്ലേ? അതെ, അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമാണ്. തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അമ്മ ഏതൊരറ്റം വരെ പോകുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബീഹാറിലെ ബാര റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അമ്മയും 2 കുട്ടികളൂടെ ഡൽഹിക്ക് പോകുമായിരുന്നു. ബാര റെയിൽവേ സ്റ്റേഷൻ പൊതുവേ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഈ തിരക്കിനിടയിൽപ്പെട്ട് ഈ അമ്മയും 2 കുട്ടികളും ഈ റെയിൽവേ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. റെയിൽവേ ട്രാക്കിൽ വീണ ഉടൻ തന്നെ അമ്മ ഈ ട്രെയിൻ വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അമ്മയെ തൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി മാറോടണച്ച് അമ്മ തൻ്റെ ജീവൻ വരെ പണയം വെച്ചുകൊണ്ടാണ് അമ്മ ആ കുട്ടികളെ മാറോടണച്ച് ഈ ട്രെയിനിന് അടിയിൽ കിടക്കുന്നത്. നമ്മളടക്കം, ഞാനും അഞ്ജിതയും പ്രേക്ഷകരും അടക്കം ഈ വീഡിയോ കണ്ടിട്ടുള്ള ഏതൊരാളും ഒരു നിമിഷമെങ്കിലും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടായിരിക്കും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുക. ഭാഗ്യത്തിന് ആ അമ്മയും കുട്ടികളും രക്ഷപ്പെട്ടു. കൃത്യസമയത്ത് തന്നെ ആൾക്കാരെല്ലാം ഈ അമ്മയെ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നുമുണ്ട്. ട്രെയിൻ കടന്നു പോകുന്നതിന് കുറച്ചൊരു ആ നേരം അത്രയും ആൾക്കാരെല്ലാം തന്നെ വളരെയധികം ഭയപ്പെട്ടിരുന്നു. കാരണം ഈ ട്രെയിൻ കടന്നു പോകുന്ന ഇവരുടെ തൊട്ടടുത്തുകൂടി ചേർന്നാണ് ട്രെയിൻ കടന്നു പോകുന്നത്. പല സന്ദർഭത്തിൽ ഇത്തരം സന്ദർഭത്തിൽ പല തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ദൈവം സഹായിച്ചു എന്ന് വേണമെങ്കിൽ ഒരു പക്ഷെ നമുക്ക് പറയാം. കാരണം ആ അമ്മയുടെ ആ സ്നേഹം കണ്ടിട്ടാവും ഒരു പക്ഷേ ഇത്തരം വലിയൊരു അപകടം തന്നെ ഒഴിഞ്ഞു പോയതെന്ന് വേണം നമുക്ക് പറയാം. ഇത് ബാര റെയിൽവേ സ്റ്റേഷനാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. വളരെ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പലപ്പോഴും പാളിപ്പോകുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസും മറ്റും വളരെയധികം ജാഗ്രത പുലർത്തണമെന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയുന്നത്. ശരി.